മനുഷ്യത്വം വെറും അക്ഷരങ്ങളിൽ മാത്രമായി ചുരുങ്ങുന്ന സ്വാർത്ഥതയുടെ ഈ ലോകത്ത് അനാഥ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനും വേണ്ടി അക്ഷീണ പ്രയത്നത്തിലാണ് പൗലോമി പവനി ശുക്ല. ഒരാൾ മാത്രം വിചാരിച്ചാൽ രാജ്യത്ത് എന്ത് മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നതിൻ്റെ ഉത്തരമാണ് പൗലോമി. നിരന്തരമായ നിയമ പോരാട്ടങ്ങളിലൂടെ അനാഥർക്ക് നിഷേധിക്കപ്പെട്ട പല അവകാശങ്ങളും നേടിക്കൊടുക്കാൻ ഈ 33-കാരിയായ സുപ്രീം കോടതി അഭിഭാഷകയ്ക്ക് സാധിച്ചു. രാജ്യത്തെ അനാഥ കുട്ടികൾക്ക് സംവരണം ഏർപ്പെടുത്തിയതും അവരുടെ ക്ഷേമത്തിനായി ബജറ്റ് വിഹിതം വർദ്ധിപ്പിച്ചതും പൗലോമിയുടെ പ്രയത്നഫലമായാണ്. കഴിഞ്ഞ ദിവസം അനാഥരായ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം സംസ്ഥാനങ്ങൾ ഉറപ്പാക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിന് പിന്നിൽ പ്രവർത്തിച്ചതും പൗലോമി എന്ന എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായിരുന്നു. അനാഥർക്ക് മെച്ചപ്പെട്ടതും മാന്യവുമായ ജീവിതം നയിക്കാൻ സഹായിക്കുന്നതിനായി പൗലോമി നടത്തിയ പ്രവർത്തനങ്ങൾ ശരിക്കും പ്രചോദനാത്മകമായ ഒരു കഥയാണ്. 2001 ഗുജറാത്തിലെ ഭൂജിലുണ്ടായ ഭൂമി കുലുക്കത്തിൽ അനാഥരാക്കപ്പെട്ട ബാല്യങ്ങളാണ് പൗലോമിയിൽ സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും വിത്തുകൾ പാകിയത്. ഭൂജ് ഭൂകമ്പത്തിൽ അനാഥരായ നിരവധി കുട്ടികളെ ഹരിദ്വാറിലെ അനാഥാലയങ്ങളിലായിരുന്നു പാർപ്പിച്ചിരുന്നത്. അന്ന് ഹരിദ്വാർ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന പൗലോമിയുടെ മാതാവ് 9 വയസ്സുകാരിയായ മകളെയും അനാഥാലയങ്ങളിലേക്ക് കൂടെ കൂട്ടുമായിരുന്നു. ഇത് ആ കൊച്ചുകുട്ടിയിൽ ഉണ്ടാക്കിയ മാറ്റം വളരെ വലുതും പ്രകടവുമായിരുന്നു. അത്തരം സന്ദർശനങ്ങളും ഇടപഴകലുകളും വാർത്തെടുത്തത് സ്വാർത്ഥത തൊട്ടു തീണ്ടാത്ത മനുഷ്യത്വമുള്ളൊരു അഭിഭാഷകയായിരുന്നു. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി കോളേജിലേക്ക് കടക്കാനിരുന്ന കാലത്താണ് അനാഥർക്ക് വിധിക്കപ്പെട്ട ജീവിതത്തെക്കുറിച്ച് പൗലോമി കൂടുതൽ മനസ്സിലാക്കുന്നത്. +2 ഉയർന്ന മാർക്ക് ലഭിച്ചിട്ടും ഉന്നത വിദ്യാഭ്യാസം നേടാൻ മറ്റൊരു വഴിയുമില്ലാതായ ഒരു അനാഥ പെൺകുട്ടി തനിക്കും കോളേജിൽ ചേരാൻ ആഗ്രഹമുണ്ടെന്ന് മനസ്സ് തുറന്നതോടെയാണ് ഇന്ത്യയിൽ അനാഥർക്ക് വിദ്യാഭ്യാസം ലഭിക്കാൻ ഒരു വ്യവസ്ഥയുമില്ലെന്ന് പൗലോമി മനസ്സിലാക്കുന്നത്. ആ പെൺകുട്ടിയെ സഹായിക്കാൻ തീരുമാനിച്ച പൗലോമി സർക്കാർ തലത്തിൽ സഹായം ലഭിക്കുമോ എന്ന് അന്വേഷിച്ചു. എന്നാൽ ഈ രാജ്യത്ത് അങ്ങനെ ഒരു തരത്തിലുള്ള പദ്ധതികളും ഉണ്ടായിരുന്നില്ല. അനാഥ കുട്ടികളെ അവഗണിക്കുന്ന ഒരു സമൂഹമാണിതെന്ന് പൗലോമി തിരിച്ചറിഞ്ഞു. അനാഥരുടെ ശരിയായ കണക്ക് പോലും ഇല്ലാത്ത രാജ്യത്ത് അവരുടെ വിദ്യാഭ്യാസത്തിന് എന്ത് പ്രാധാന്യമാണുള്ളതെന്ന് ഊഹിക്കാവുന്നതാണ്. NGO-കളിലെയും യുനിസെഫ് പോലുള്ള സ്ഥാപനങ്ങളിലെയും ഡാറ്റകൾ പ്രകാരം രാജ്യത്ത് ഏകദേശം 2.96 കോടി അനാഥരാണുള്ളത്. ഇതിൽ 0.5% മാത്രമാണ് അനാഥാലയങ്ങളിൽ എത്തിച്ചേരുന്നത്. എല്ലാ ജില്ലകളിലും ഒരു അനാഥാലയം ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിലും 5 ജില്ലകളിൽ 1 എന്ന നിലയിൽ പോലും ഇത് പ്രാവർത്തികമാക്കുന്നില്ല. ആരോരുമില്ലാത്തവരുടെ നിയമവ്യവസ്ഥയും ഭരണകൂടവും കാട്ടുന്ന ഈ വേർതിരിവുകളാണ് പൗലോമിക്ക് പോരാട്ട വീര്യം പകർന്നു നൽകിയത്. അങ്ങനെ സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജികൾ സമർപ്പിച്ചും ഉന്നത സ്ഥാനങ്ങളിലുള്ളവരായി കൂടിക്കാഴ്ചകൾ നടത്തിയും ഒരു പരിധിവരെ അനാഥർക്ക് വിദ്യാഭ്യാസം നേടിക്കൊടുക്കുവാൻ ഈ യുവ അഭിഭാഷകയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നാക്ക വിഭാഗക്കാർക്കുള്ള 25% സംവരണ സീറ്റുകളിൽ അനാഥ കുട്ടികളെ പ്രവേശിപ്പിച്ച് വിദ്യാഭ്യാസം നൽകണമെന്നായിരുന്നു കോടതി ഉത്തരവ്. 2027 സെൻസസിൽ അനാഥരായ കുട്ടികളെ പ്രത്യേക വിഭാഗമായി ഉൾപ്പെടുത്തി കണക്കെടുക്കണമെന്നും സുപ്രീം കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പവനിയുടെ നിരന്തര ഹർജികളുടെയും കഠിന പ്രയത്നത്തിന്റെയും ഫലമാണ്. നിലവിൽ അനാഥ കുട്ടികളുടെ ക്ഷേമത്തിനായി ക്യാമ്പയിനുകളും മറ്റ് പരിപാടികളും നടത്തിവരുന്നു. കുട്ടികളുടെ ട്യൂഷൻ പണവും അവരുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ മറ്റ് അവശ്യ വസ്തുക്കളും നൽകുന്നതിനായി അഡോപ്റ്റ് ആൻഡ് ഓർഫനേജ് എന്ന ക്യാമ്പയിൻ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. 2021 ഇന്ത്യയിലെ പ്രമുഖ വനിതാ മാഗസീനായ ഫെമിനയുടെ ഫാബ് 40 പട്ടികയിലും ഇന്ത്യ ഫെബ്സിന്റെ 30 വ്യക്തികളിലും പൗലോമി ഇടം നേടി. അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ കുട്ടികൾക്കായുള്ള പോരാട്ടം ഇവിടെയൊന്നും അവസാനിക്കില്ല. കരുത്തു പകർന്ന് ഭർത്താവ് പ്രശാന്ത് ശുക്ല ശർമ്മയും പൗലോമിക്കൊപ്പമുണ്ട്.